പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം, പുതിയ ദിവസം, പുതിയ പുലരി കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ കാണിക്കുകയും ആരോഗ്യവും ബലവും ആയുസ്സും തന്ന് നമുക്ക് വേണ്ടിയ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് ഈ ജീവിതയാത്രയിൽ നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, കർത്താവിൻ്റെ സ്നേഹത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരു വേദവചനം വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ അവസാനത്തിൽ നിന്ന് ആ തുടക്കത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം ഇംഗ്ലീഷിൽ വായിച്ചാൽ തിരിച്ചത് മനസ്സിലാവും. ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ആ ഭ്രമിക്കരുത് എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് സംഭ്രമം എന്നൊക്കെ പറയുന്ന വാക്കാ. സംഭ്രമിക്കരുത്, പെട്ടെന്ന് അങ്ങ് ഭയപ്പെടുക, അതാണ് ഭ്രമിക്കരുത്. ഭയപ്പെടരുത്, ധൈര്യമുള്ളവനായിരിക്കാം. അതിന് കാരണമാണ് ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഈ വചനം മോശയുടെ പിൻഗാമിയായി യോശുവയോട് പറയുന്ന വാക്കാ. ഇസ്രയേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമി കടത്തിക്കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ എത്തിക്കാനുള്ള ആ യോർദാൻ നദിയുടെ തീരം വരെ എത്തുമ്പോൾ മോശയോട് തമ്പുരാൻ പറയാ, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കഴിഞ്ഞ 40 വർഷം മരുഭൂമി കൂടെ ജനത്തെ നടത്തി, സഹനശക്തിയോടെ ക്ഷമയോടെ ജനത്തെ നടത്തി, ഇവിടം വരെ എത്തിച്ച് വഴി നടത്തി. ഇനി നിന്റെ പിൻഗാമിയായ, നീ അഭിഷേകം ചെയ്യുന്ന, നീ ബാറ്റൻ കൈമാറിയിരിക്കുന്ന യോശുവയെ ഏൽപ്പിക്കാൻ പോവുക. അപ്പൊ യോശുവയെ ഒരു ലീഡർഷിപ്പിലേക്ക് ഏൽപ്പിക്കുമ്പം, അല്ലെങ്കിൽ അധികാര കൈമാറ്റം നടത്തുമ്പോൾ യോശുവയോട് കർത്താവ് പറയുന്ന വാക്കാണ് യോശുവയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന വാക്കതാ. ഇതിനകത്ത് 1-2 പ്രത്യേകതകളുണ്ട്. യോശുവയോട് പറഞ്ഞ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. പിന്നെ പറയുന്നത് നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കുകയും വേണ്ട. ഈ ഭയപ്പെടാനും ഭ്രമിക്കാനുമുള്ള ഒരുപാട് കാരണങ്ങൾ യോശുവയെ സംബന്ധിച്ചുണ്ട്. കാരണം യോശുവ ഇത് കണ്ടു വളർന്നയാളാ. ഈ ജനത്തിന്റെ പെറുപെറുപ്പും, ജനത്തിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നുണ്ട്, സംഖ്യാപുസ്തകത്തിൽ അറിയാം, ഈ ഒറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ 10 പേർ ഒരുമിച്ച് വരുമ്പോൾ 10 പേരിൽ 8 പേരുടെ 12 പേർ ഒരുമിച്ച് വരുമ്പോൾ 10 പേരുടെ അഭിപ്രായം ഒരുപോലെയാ. അവർ പറഞ്ഞു, ഞങ്ങൾ അനാക്യമല്ലന്മാരെ കണ്ടു, ഞങ്ങൾക്ക് തന്നെ വെട്ടുകിളികളെ പോലെ തോന്നി. ദേശം ഫലപുഷ്ടമൊക്കെ, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ ദേശം അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് യോശുവയും കാലേബും 2 പേര് മാറി എന്ന് യോശുവ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് വെറുവെറുക്കരുത്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം അവകാശമാക്കുവാൻ നമുക്ക് കഴിയും. ഒരു ഭിന്നഭിപ്രായം വന്നു എന്ന് മാത്രമല്ല, ദൈവത്തിനെ അതേ ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തെ അതേ അടിയുറച്ച് വിശ്വസിച്ച് യോശുവ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ജനം യോശുവയെ എറിയാൻ കല്ലെടുത്തു. ജനം യോശുവയെ എറിയാൻ കല്ലെടുത്തു. അവിടെ ഒരു പരിഭ്രമവുമില്ലാതെ, സംഭ്രമവുമില്ലാതെ, ഭയപ്പെടാതെ യോശുവയെ നോക്കിയിട്ടാ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അവിടെ യോശുവയെ നോക്കിയിട്ട് സ്വർഗം പറഞ്ഞു, കുഞ്ഞേ നീയാ നെക്സ്റ്റ് ലീഡർ. നിന്നെ സ്വർഗം തിരഞ്ഞെടുക്കുക, നിന്നെ ദൈവം തിരഞ്ഞെടുക്കുക, നെക്സ്റ്റ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോയിന്റ്മെന്റ് അവിടെ നടക്കുക. നമ്മൾ കാണുന്ന അപ്പോയിന്റ്മെന്റ് മോശയ്ക്ക് ശേഷം അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും അവിടെ ഒരു തീരുമാനമെടുത്ത് ആ ജനക്കൂട്ടം മുഴുവൻ നിൽക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്തിട്ട്, നിങ്ങൾ ദൈവത്തോട് പെറുപെറുക്കരുത്, ദൈവം തമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം കൈവശമാക്കി തരുമെന്ന് പറഞ്ഞ്, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ കാഴ്ചയാലല്ല വിശ്വാസത്താല്. കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ നീ ഇത് മനസ്സിലാക്കണം. കാഴ്ച പറയും ഇത് കിട്ടത്തില്ല എന്ന്, കാഴ്ച പറയും അനാക്യമല്ലന്മാര് നിൽക്കുന്നെന്ന്, കാഴ്ച പറയും അതേ യെരിഹോ കോട്ട അങ്ങ് ഉയർന്ന ആകാശത്തിന് ഒപ്പം ഉയർന്നു നിൽക്കുന്നെന്ന്, കാഴ്ച പറയും നിനക്ക് തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നുന്നെന്ന്.
ഇതെല്ലാം കാഴ്ച. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം. ഈ പ്രഭാതത്തിൽ ഈ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സാഹചര്യം പറയും ഇമ്പോസിബിൾ, മെഡിക്കൽ സയൻസ് പറയും ഇമ്പോസിബിൾ, ഡോക്ടർ പറയും നടക്കത്തില്ലെന്ന്, നിന്റെ സാഹചര്യം വെച്ചിട്ട് പറയും ഇതൊക്കത്തില്ലെന്ന്, നിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പറയും ഇതൊക്കത്തില്ലെന്ന്, നിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പറയും ഇത് പറ്റത്തില്ലെന്ന്, ഇതൊക്കത്തില്ലെന്ന് പറയും. നിന്റെ സാഹചര്യം നോക്കിയിട്ട് ഇത് ഒക്കത്തില്ല, നിന്റെ കൂടെയുള്ളവരെല്ലാം നോക്കിയിട്ട് അവരൊക്കെ ഇത്രേ എത്തിയുള്ളൂ, നിനക്കും ഇത്രേ പറ്റത്തുള്ളൂ. എന്നാൽ സാഹചര്യ സിറ്റുവേഷൻസ് പറയുമ്പോഴും കാഴ്ച എല്ലാ സിറ്റുവേഷൻസ് പറയുമ്പോ വിശ്വാസം പറയും. അതാ യോശുവ പറഞ്ഞത്. കാഴ്ച പറഞ്ഞതൊക്കെ ശരിയാണത്, സാഹചര്യമാണെങ്കിൽ വിശ്വാസം പറയും. ആകാശമുട്ട് ഉയർന്നു നിൽക്കുന്ന യെരിഹോ കോട്ടയെ നോക്കിയിട്ട് പറയും ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും, ആ ദേശം അവകാശമാക്കും. സ്വർഗം പറഞ്ഞു കുഞ്ഞെ നിന്റെ വിശ്വാസത്തെ ദൈവം അപ്രൂവ് ചെയ്യുന്നു. അതിനൊരു കാര്യം കൂടി അടിവരയിട്ട് പറഞ്ഞു, നീ നോക്കി കണ്ട ആ മതിലുണ്ടല്ലോ, നീ മുഖാന്തരം നീ ലീഡറായിട്ടിരിക്കുമ്പോൾ നീ ചുറ്റും നടന്നിട്ട് നീ ജനത്തോട് പറയും കാഹളമൂതാൻ, ആ നിമിഷത്തിന് അത് ഇടിയും. നീ അതിന്റെ അധികാരി, നീ അതിന്റെ ഉടയവനാകും, നീ അതിന്റെ ആ യെരിഹോ കോട്ട മതിലിടിക്കുന്നതിന്റെ ഉത്തരവാദി നീയാകും. കാഴ്ചയ്ക്ക് അപ്പുറമായിട്ട് വിശ്വാസം പറഞ്ഞ് യോശുവയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു അവർ അനാക്യമല്ലന്മാരെ പോലെ ഞങ്ങൾ മല്ലന്മാരെ കണ്ടു, ഞങ്ങൾക്ക് വെട്ടിക്കിളികളെ പോലെ തോന്നി. പക്ഷെ നീ പറഞ്ഞില്ലേ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം അവകാശമാക്കുമെന്ന്. ആ ദേശം അവകാശമാക്കും, അത് നിശ്ചയം. പക്ഷെ അതിന്റെ ലീഡർ നീ ആയിരിക്കും, നിന്നാലായിരിക്കും ആ ദേശം അവകാശമാക്കുന്നത്. ഇന്ന് കുഞ്ഞെ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഒന്ന് ചിന്തിച്ചേ. കാഴ്ച പറയും സാഹചര്യം, കാഴ്ച പറയും അനാക്യമല്ലന്മാര്, കാഴ്ച പറയും വെട്ടിക്കിളികളാണെന്ന്. എന്നാൽ വിശ്വാസം പറയും ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ. അതൊന്ന് പറഞ്ഞേ, യോശുവ പറഞ്ഞ പോലെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം അവകാശമാക്കും, അത് അവകാശമാക്കുന്നത് നീയായിരിക്കും. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം അവകാശമാക്കും, മതിലിടിക്കുന്നത് നീയായിരിക്കും, യെരിഹോ മതിലിടിക്കുന്നത് നീയായിരിക്കും, ദേശം അവകാശമാക്കി അളന്നു കൊടുക്കുന്നത് നീയായിരിക്കും കുഞ്ഞെ. കാരണം നിന്റെ വിശ്വാസമാ, നീ ദൈവത്തിൽ അടിയുറച്ചതിന്റെ വിശ്വാസമാ അതിന് റീസൺ. ഇങ്ങോട്ട് വന്നേ. അങ്ങനെ മുന്നോട്ട് വന്ന യോശുവയെ മോശെ അധികാരം ഏൽപ്പിച്ചു. സ്വർഗം നേരത്തെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത, ഞാൻ പറയാറുണ്ട് സ്വർഗം നേരത്തെ ഈ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു. മോശെ അധികാരം ഏൽപ്പിച്ചപ്പം ആദ്യം തമ്പുരാൻ പറയുന്ന വാക്കുകളാ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഇതാ യോശുവയുടെ ഉറപ്പതാ. ഇന്ന് ഈ വചനം ഇതുപോലെ ഏറ്റെടുത്ത് യോശുവയെ പോലെ നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട്. യോശുവയുടെ ഭാഗത്ത് നീ ചിന്തിച്ചോ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നിന്റെ മുമ്പിൽ ഏത് മതിൽ നിന്നാലും, എത്ര ഉയർന്ന പ്രതിസന്ധി ആയാലും, ഈ വചനം കുഞ്ഞെ ഹൃദയത്തിനകത്തോട്ട് കുറിച്ച് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇത്രേ പറയാനുള്ളൂ. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് അതെ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യോശുവയെ പോലെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ആവർത്തിക്കട്ടെ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും വരുത്. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നപ്പ അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉറപ്പ് കൊടുക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ.